ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരിലൂർ പ്രീമിയർ ലീഗ് പുതിയൊരു സീരീസ്, മലയാളത്തിൽ നിന്നും പുതിയൊരു സീരീസ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഹോട്ട്സ്റ്റാർ വഴി. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ പേരാണ് പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് സണ്ണി വെയിൻ, വിജയരാഘവൻ, നിഖില വിമൽ, അജു വർഗീസ്, അശോക് എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 7 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. 7 എപ്പിസോഡ്, ഏകദേശം ഒരു 30-40 മിനിറ്റ് എന്താ പറയുക, ഒരു ആവറേജ് ഡ്യൂറേഷൻ വരുന്ന 7 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരിലൂർ പ്രീമിയർ ലീഗ് ആ പേരിനോട് 100% നീതി പുലർത്തിയ ഒരു സീരീസാണ് ഈ ഒരു സീരീസ്. ശരിക്കും പറയുന്നത് പേരിലൂർ ഗ്രാമത്തിലുള്ള ഒരു പ്രീമിയർ ലീഗ് തന്നെയാണ്, അതായത് ഒരു ഗംഭീര മത്സരം തന്നെയാണ് ഈ ഒരു സീരീസ് പറയുന്നത്. പേരിലൂർ ഗ്രാമത്തിലെ നാട്ടുകാരുടെ കഥയാണ് ഈ സീരീസ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ സീരീസിൽ, ഒരുപാട് കഥാപാത്രമുണ്ട്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായ സ്പേസ് കൊടുത്തിട്ട് നല്ല അടിപൊളി നർമ്മത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സീരീസാണ്. എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സീരീസിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ സ്പേസ് കൊടുത്തിട്ട് വളരെ കൃത്യമായുള്ള നർമ്മമുഹൂർത്തങ്ങളിലൂടെ വളരെ രസിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സീരീസാണ്. നമുക്ക് രസിച്ചിരുന്ന് കാണാം. ഒരു കോമഡി മൂവി കാണുന്ന ആ ഒരു ആംബിയൻസിൽ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സീരീസ് കണ്ടു തീർക്കാവുന്നതാണ്. അജു വർഗീസിൻ്റെ സൈക്കോ കഥാപാത്രം, വിജയരാഘവൻ്റെ ഒരു അഴിമതിക്കാരനായ ഒരു കഥാപാത്രം, പിന്നെ അശോകൻ്റെ ആ ഒരു എന്താ പറയുക, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അശോകനെയും അജു വർഗീസിനെയാണ് കേട്ടോ. അശോകൻ്റെ ആ ഒരു എത്ര തോറ്റിട്ടും പിന്നെയും മത്സരിക്കാൻ വരുന്ന ആ ഒരു നോ പ്രോബ്ലം, തോൽക്കുന്നത് നോ പ്രോബ്ലം, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന അശോകൻ്റെ കഥാപാത്രം. എനിക്ക് ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് അശോകൻ്റെയും അജു വർഗീസിൻ്റെ കഥാപാത്രം. അജു വർഗീസ് കുറഞ്ഞ സീനുകളെ ഈ സീരീസിലുള്ളൂ, പക്ഷേ വന്ന സീനുകൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സണ്ണി വെയിൻ്റെ റോള് ഒക്കെ ഫീലായിരുന്നു. നിഖില വിമൽ ആയാലും എല്ലാവരും കിടിലാക്കിയിട്ടുണ്ട്, സംഭവം സൂപ്പർ ആക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ചെയ്ത് വെച്ച സീരീസാണ്. ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നും 3ാമത്തെ സീരീസാണ് വരുന്നത്, മലയാളത്തിൽ നിന്നും 3ാമത്തെ സീരീസാണ് വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആ പ്രകൃതി ഭംഗിയും ആ ഒരു പേരിലൂർ ഗ്രാമങ്ങളും ആ ഗ്രാമത്തിൽ ആ ഒരു സംഭവം, വിഷ്വൽസും കാര്യങ്ങളൊക്കെ, ക്യാമറ വർക്കുകളൊക്കെ നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കൽ സൈഡുകളൊക്കെ പക്കയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു മേക്കിംഗ് ശൈലിയും പഴയ കാലത്തെ ഒരു സിനിമ, ഒരു സത്യന്തിക്കാട് മൂവിയൊക്കെ അല്ലേ, ആ ഒരു സന്ദേശം, അതുപോലത്തെ ആ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു വൈബിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ്, ഈ സീരീസ് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു സീരീസ്. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫാമിലി കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന കിടില സീരീസാണ്. വലിയൊരു സംഭവമായിട്ടൊന്നും അല്ല, ഈ അടുത്ത കാലങ്ങളിലായിട്ട് ത്രില്ലർ സിനിമകൾ അതുപോലുള്ള സംഭവങ്ങളൊന്നുമല്ല, പക്ക കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു സീരീസ്. കണ്ടു നോക്കുക, കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ, പിന്നെ സീരീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.